ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. പ്രിയമുള്ളവരെ, ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഒരു അധികാരത്തിലോ അത് പുരോഹിതനോ മേൽപ്പട്ടക്കാരനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപ്പനോ അമ്മയോ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ജ്യേഷ്ഠ സഹോദരൻ അല്ലെങ്കിൽ ഒരു അധികാര ശ്രേണിയിലിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങളെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ, ഒരു വ്യക്തി, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ മക്കൾ വഴക്കുണ്ടാക്കി, മക്കൾ തമ്മിൽ വഴക്കിന് അതിന് പരാതി പറയാൻ വരുന്നത് അപ്പൻ്റെയോ അമ്മയുടെ അടുക്കലായിരിക്കും. അവിടെ വന്ന് പരാതി പറയുമ്പോൾ നമ്മൾ പലപ്പോഴും സാക്ഷികളുടെ അടിസ്ഥാനത്തിൽ, കോടതിയിലാണെങ്കിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് ശരിയാണെന്നൊക്കെയും നമ്മൾ ചിന്തിക്കും. ഇവിടെ വചനം ഇങ്ങനെ പറയുകയാണ്. സംഖ്യാപുസ്തകം 35-ാം അധ്യായം 30-ാം വാക്യം പറയുകയാണ്, ആരെങ്കിലും ഒരുവനെ കൊന്നാൽ കൊലപാതകൻ സാക്ഷികളുടെ വാമൊഴി പ്രകാരം മരണശിക്ഷ അനുഭവിക്കണം. എന്നാൽ ഒരു മനുഷ്യൻ്റെ നേരെ മരണശിക്ഷയ്ക്ക് ഏക സാക്ഷിയുടെ മൊഴി മതിയാകുന്നതല്ല. ഒരു വ്യക്തിയെ മരണശിക്ഷയ്ക്ക് വിധിക്കണമെങ്കിൽ ഏക സാക്ഷിയുടെ മൊഴി പോരാ. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരാൾ വിധിക്കാൻ പോകുമ്പോൾ അത് ഒരാൾ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലായിരിക്കും. ഇപ്പോൾ നമ്മളടുത്ത് പലരും വന്ന് പറയാറുണ്ട്, അവരിങ്ങനെയാണ് ഇവരിങ്ങനെയാണ്. ഒറ്റ ആളുടെ മൊഴി പ്രകാരം നമ്മൾ മറ്റൊരാളെ വിധിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പലരുടെയും അങ്ങനെ ഒരു നമുക്ക് ഇഷ്ടമുള്ള ആരായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഒത്തിരി ബഹുമാനിക്കുന്ന വ്യക്തിയായിരിക്കും, ആ വ്യക്തിയെക്കുറിച്ചാണ് മോശമായിട്ട് പറയുന്നതെങ്കിൽ പലരിൽ നിന്നും നമ്മൾ അഭിപ്രായം കേട്ട ശേഷമേ നിങ്ങൾ തീരുമാനിക്കാവൂ. ഒരാൾ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഒന്നിനോടും ഒരു തീരുമാനം എടുക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആത്മീയമായ മേഖലയിൽ നിങ്ങൾ ആ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമീൻ.